നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിഗയും സ്വന്തമാക്കിയത് റയലായിരുന്നു. പിന്നീട് കഴിഞ്ഞ സമ്മറിലാണ് കിലിയൻ എംബപ്പയെ അവർ കൊണ്ടുവന്നത്. നിലവിലൊരു ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് റയലിന് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. ചില തോൽവികൾ അവർക്ക് ഈ സീസണിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കിലിയൻ എംബപ്പയും മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുൻ ഫ്രഞ്ച് താരമായിരുന്ന ഇമ്മാനുവൽ പെറ്റിറ്റ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത്, എംബപ്പയെ കൊണ്ടുവരാൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിലെ ചില താരങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂമിലെ ഈഗോകളാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. പെറ്റിറ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ സമ്മറിൽ എംബപ്പയെ കൊണ്ടുവരാൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും ചില റയൽ മാഡ്രിഡ് താരങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അക്കാര്യം എനിക്കുറപ്പുണ്ട്. കാരണം ചാമ്പ്യൻസ് ലീഗും ലാലിഗയും നേടി നിൽക്കുന്ന ഒരു ടീമായിരുന്നു അവർ. എംബപ്പയുടെ വരവാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഡ്രസ്സിംഗ് റൂമിലെ ഈഗോ അത് വലിയൊരു പ്രശ്നമാണ്. ബാലൻഡിയോർ നേടാൻ ആഗ്രഹിക്കുന്ന 3 താരങ്ങളാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉള്ളത്. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇതാണ് ഇമ്മാനുവൽ പെറ്റിറ്റ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡിന് വേണ്ടി ഈ സീസണിൽ ആകെ 5 ഓപ്പൺ പ്ലേ ഗോളുകൾ മാത്രമാണ് കിലിയൻ എംബപ്പയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനത്തെ 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 ഗോൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.